64 വർഷത്തിനിടെ ചരിത്രത്തിൽ ആദ്യമായാണ് വീട്ടിലിരുന്നൊരു വിദ്യാർത്ഥി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച കാസർഗോഡ് പടന്ന സ്വദേശി സിയ ഫാത്തിമയ്ക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് മത്സരിക്കാൻ അവസരമൊരുക്കിയത്. തന്റെ സങ്കടങ്ങൾ അറിയിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്ക് സിയ കത്തയച്ചിരുന്നു. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പതിവ് രീതികളിൽ മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി വീട്ടിലിരുന്ന് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കാസർഗോഡ് പടന്ന സ്വദേശിയായിട്ടുള്ള സിയ ഫാത്തിമ എന്ന് പറയുന്ന വിദ്യാർത്ഥി വാസ്കുലേറ്റ് രോഗത്തെ തുടർന്ന് അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് ഇങ്ങനെയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അവസരമൊരുക്കുന്നത്. സിയയുടെ അധ്യാപകരായിട്ടുള്ള ബിനേഷും സന്ധ്യയും നമുക്കൊപ്പം ചേരുകയാണ്. അവർക്കും ഇക്കാര്യത്തിൽ വലിയ സന്തോഷമാണുള്ളത്. സിയയുടെ കാര്യങ്ങളൊക്കെ വളരെ സങ്കടകരമാണ്. പക്ഷേ ആ സങ്കടങ്ങൾക്കും വേദനകൾക്കുമിടയിലും ഒരു സന്തോഷം അവളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെ യാദൃശ്ചികമായിട്ടാണ് സിയക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിട്ട് അങ്ങനൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങനൊരു അനുവാദം തന്നത്. തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിനെ സംബന്ധിച്ച് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. സിയയുടെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ അറിയണമെന്നില്ല. ഞാനായിരുന്നു 9ാം ക്ലാസ്സിൽ ഞാനായിരുന്നു ക്ലാസ് ടീച്ചർ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് പ്രൊമോഷനായി പോയതാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്യും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ മെഹന്തി ഡിസൈനിങ്ങിൽ പോലും കുട്ടി മികച്ച പ്രകടനം തന്നെയാണ്. വളരെ നന്നായിട്ട് ചെയ്യുന്ന മകളാണ്. പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരിക വളരെ പെട്ടെന്നായിരുന്നില്ലേ, പെട്ടെന്ന് വന്നൊരു അസുഖമായിരുന്നു. വളരെ വിഷമമുണ്ട്. പക്ഷേ എന്നാലും ഒരു കൈത്താങ്ങായി നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കൂടെ തന്നെ നിന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഞാനിപ്പോൾ ആ വിഷ്വൽ കണ്ടു, എന്ത് വിഷമമെന്ന് തോന്നുന്നു. കാരണം അവളെ ഫേസ് കാണാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ആ കൈ മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പം ഒരു അഭിമാനവും അതിൻ്റെ കൂടെ തന്നെ ഒരു വിഷമവും അല്ലേ. നമ്മളെപ്പോലെ എല്ലാവരുടെ കൂട്ടത്തിലും വന്ന് പങ്കെടുക്കേണ്ട ഒരു കുട്ടിയാണ് ഇന്ന് അവിടെ ഒറ്റയ്ക്ക് റൂമിൽ. അപ്പം എന്നാലും അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അധ്യാപകർ രണ്ടുപേരും പറഞ്ഞു അവരുടെ വികാരങ്ങൾ കൂടിയാണ് പങ്കുവെച്ചത്. സിയ എല്ലാ തരത്തിലും ഉയർച്ചയിലേക്ക് എത്തും, എല്ലാ അസുഖങ്ങളും മാറി അവൾ ജീവിതത്തിലേക്ക് കൂടുതൽ മികച്ച കുട്ടിയായി തിരിച്ചു വരുമെന്നുള്ള സന്തോഷവും ആഗ്രഹവുമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. തൃശ്ശൂരിലെ ജമന്തി വേദിയിൽ നിന്നും ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.